വർണ്ണവിവേചനത്തിന്റെ കോട്ടകൾ തകർത്തുകൊണ്ട് സ്വതന്ത്രമായ സ്വന്തം നാടിന്റെ പ്രഥമ പ്രസിഡന്റ് ആയിരിക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് നെൽസൺ മണ്ടേല. റോബൻ ദ്വീപിലെ കഠിനവും ക്രൂരവുമായ ഏകാന്ത തടവിന്റെ കാലം പിന്നിട്ട മണ്ടേല എന്ന മാഡിബ സ്വന്തം നാട്ടിലെത്തിയത് അനിഷേധ്യനായ ജനനേതാവും രാഷ്ട്രത്തലവനും എന്ന നിലയിലാണ്. മണ്ടേലയുടെ ഗോത്രപ്പേരാണ് മാഡിബ. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തെ ആദരപൂർവ്വം വിളിക്കുന്നത് ഈ പേരിലാണ്. 1918 ജൂലൈ 18 മണ്ടേല ജനിച്ചത്. എപ്പാർട്ടൈഡ് എന്നറിയപ്പെട്ടിരുന്ന വർണ്ണവിവേചനമായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്നത്. നീതിരഹിതമായ ആ ഇരുട്ടിൽ നിന്നാണ് മഹാത്മാഗാന്ധി എന്ന തേജസ് ഉദിച്ചുയർന്നത്. ഗാന്ധിജിയുടെ അതേ പാതയിലാണ് മണ്ടേലയും സഞ്ചരിച്ചത്. അങ്ങനെ അദ്ദേഹം വിശ്വശാന്തിയുടെ പ്രതീകമായി മാറി, അനുരഞ്ജനത്തിൻ്റെ പ്രവാചകനായി മാറി. 1993 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ഡിക്ലർക്കുമായി മണ്ടേല പങ്കിട്ടു. ലോകമെങ്ങുമുള്ള പൗരാവകാശ പ്രവർത്തകരുടെ അടങ്ങാത്ത ആവേശമായി മാറി മണ്ടേല. ഡിക്ലർക്കിനെ പിന്തുടർന്ന് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിലൂടെ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി മാറി. 5 കൊല്ലം മാത്രമാണ് അദ്ദേഹം ആ പദവി വഹിച്ചത്. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ ഗാന്ധിജിയെ മനസ്സിലാക്കിയതുപോലെ ആയിരുന്നില്ല ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാർ മണ്ടേലയെ മനസ്സിലാക്കിയത്. മണ്ടേലയുടെ വിപ്ലവ പോരാട്ടത്തിനെ അവർ ഭീകരപ്രവർത്തനമായി കണ്ടു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ തീവ്ര മുഖമായിരുന്നു മണ്ടേലയുടേത്. അതുകൊണ്ട് അദ്ദേഹത്തിന് 27 വർഷം ജയിലിൽ കഴിയേണ്ടി വന്നു. അതിൽ 18 വർഷം റോബൻ ദ്വീപിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞത്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര എന്നാണ് മണ്ടേലയുടെ ആത്മകഥയുടെ പേര്. സ്വാതന്ത്ര്യയാത്രികർക്ക് ആവേശം പകരുന്ന പാതയമാണ് മണ്ടേലയുടെ ജീവിതവും ജീവിതകഥയും. 1964 റിവോണിയയിൽ നടന്ന പ്രസിദ്ധമായ വിചാരണയിൽ തടവുകാരനായ മണ്ടേല നടത്തിയ പ്രസംഗം ലോകമെമ്പാടുമുള്ള സ്വാതന്ത്ര്യ പോരാളികൾക്ക് ആവേശം പകരുന്നതായിരുന്നു. അവർ നിർഭയം പറഞ്ഞതുപോലെ ചരിത്രം അവരെ കുറ്റവിമുക്തരാക്കി. വാഷിംഗ്ടണിൽ മാർട്ടിൻ ലൂതർ കിങ് നടത്തിയ സ്വപ്നഭാഷണത്തിന് സമാനമായ വികാരമാണ് റിവോണിയയിലെ മണ്ടേലയുടെ പ്രസംഗം സൃഷ്ടിച്ചത്. സ്വതന്ത്രമായ ജനാധിപത്യ സമൂഹത്തെക്കുറിച്ചുള്ള ചിന്തയും പ്രതീക്ഷയുമാണ് മണ്ടേല അവതരിപ്പിച്ചത്. വിപ്ലവകാരിയുടെ മാനവികതയാണ് ആ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നത്. ചരിത്രം രചിക്കപ്പെടുന്ന അപൂർവ സന്ദർഭമായിരുന്നു അത്. ന്യൂനപക്ഷമായ വെള്ളക്കാർ ഭൂരിപക്ഷത്തെ കീഴ്പ്പെടുത്തി ഭരിച്ചിരുന്ന അവസ്ഥയായിരുന്നു എപ്പാർട്ടൈഡ്. അമേരിക്കയിലെ വർണ്ണവിവേചനത്തെക്കാൾ ദുഷിതമായിരുന്നു അത്. അതിനെതിരെയുള്ള പോരാട്ടമായിരുന്നു മണ്ടേലയുടേത്. എപ്പാർട്ടൈഡ് അവസാനിക്കുകയും ജനാധിപത്യത്തിലൂടെ ഭൂരിപക്ഷമായ കറുത്തവർഗത്തിൻ്റെ ഭരണം സ്ഥാപിതമാവുകയും ചെയ്തപ്പോൾ മണ്ടേല പ്രതികാരത്തിൻ്റെ വഴിയെ പോയില്ല. അദ്ദേഹത്തിന് തീർക്കാനോ കൂട്ടാനോ കണക്കുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അനുരഞ്ജനത്തിൻ്റെ വഴിയിലൂടെയാണ് അദ്ദേഹം തൻ്റെ ജനതയെ നടത്തിയത്. ഈ മനോഭാവമാണ് അദ്ദേഹത്തെ ചരിത്രത്തിലെ വേറിട്ട വിപ്ലവകാരിയാക്കിയത്. അസാധ്യമായതിനെ സാധ്യമാക്കുകയും പൊരുത്തപ്പെടാത്തവയെ പൊരുത്തപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം. ചരിത്രത്തിലെ അവിസ്മരണീയമായ മഹാരഥന്മാരുടെ നീണ്ട നിരയാൽ സമൃദ്ധമായ 20ാം നൂറ്റാണ്ടിലെ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു നെൽസൺ മണ്ടേല. അടിമത്തത്തിൻ്റെ കൂരിരുട്ടിൽ മാനവികതയുടെ നക്ഷത്രം തെളിയുമെന്ന പ്രതീക്ഷയാണ് മണ്ടേലയെ നിലനിർത്തിയത്. റോബൻ ദ്വീപിലെ ഏകാന്തതയിൽ മണ്ടേല തിരകളോട് ഉറക്കെ സംസാരിച്ചുകൊണ്ട് തൻ്റെ പ്രൗഢമായ ശബ്ദവും ആത്മവീര്യവും നിലനിർത്തി. അങ്ങനെയാണ് അദ്ദേഹം വ്യത്യസ്തനായത്.